ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ബാങ്കിങ്ങിൻ്റെ PYQ ക്വസ്റ്റ്യൻ സീരീസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കിങ്ങിൻ്റെ സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു 2024. ഇതിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു, ഒരു സെക്രട്ടറി കഴിഞ്ഞു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്രട്ടറിയുടെ പോസ്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മോർ വീഡിയോസ് കാണാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ചെണ്ണം ഡിസ്കസ് ചെയ്തിരുന്നു. 11 എണ്ണമാണ് ഡിസ്കസ് ചെയ്തിരുന്നത് മുൻപത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇന്ന് 12ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അതിൽ അംഗമാവാത്തവരുണ്ടെങ്കിൽ താഴെ നമ്മുടെ താഴെ കാണാം കേട്ടോ. അപ്പോൾ അവിടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ നമ്മൾ ഡെയിലി ഡിസ്കഷൻസ് അവിടെ നടത്തുന്നുണ്ട്. ഡെയിലി റിവിഷൻ ടോപ്പിക്ക് പോലെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇംഗ്ലീഷ് PYQ സീരീസ് അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. സമയമുള്ള പോലെ എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലും കൂടി ഒന്ന് അംഗമാവുക. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും അതിലുണ്ട്. അതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റി റെക്കമെൻഡഡ് ടു ഫോം എ ന്യൂ കാറ്റഗറി ഓഫ് ബാങ്ക്സ് കോൾഡ് പേയ്മെൻറ്റ് ബാങ്ക്സ്? പേയ്മെൻറ്റ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഡിഫറൻഷിയേറ്റ് ബാങ്ക്സ് എന്ന സെഗ്മെൻറ്റിൽ വരുന്നതാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഏത് കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടത്? ന്യൂ കാറ്റഗറി ഓഫ് ബാങ്ക്സായ പേയ്മെൻറ്റ് ബാങ്ക്സുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി, ഓപ്ഷൻ ബി പറയണത് PJ നായക് കമ്മിറ്റി, ഓപ്ഷൻ സി പറയണത് നച്ചിക്കറ്റ് മോർ കമ്മിറ്റി, ഓപ്ഷൻ ഡി എന്താണ്? ML ദന്തുവാല കമ്മിറ്റി അല്ലേ? അപ്പോൾ നച്ചിക്കത്ത് മോർ കമ്മിറ്റിയാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. നച്ചിക്കത്ത് മോർ കമ്മിറ്റിയാണ് പേയ്മെൻറ്റ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി, റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്ന് പറയാം. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഗാഡ്ഗിൽ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഗാഡ്ഗിൽ കമ്മിറ്റി നമ്മുടെ ലീഡ് ബാങ്കൊക്കെ ഇല്ലേ, ലീഡ് ബാങ്ക് സ്കീമൊക്കെ KLF നരിമാനും ഗാഡ്ഗിലുമാണ് റെക്കമെൻഡ് ചെയ്തത്. ലീഡ് ബാങ്ക് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ, ലീഡ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ PJ നായക് കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടാണ് ചോദ്യമുണ്ട്. അപ്പോൾ PJ നായക് കമ്മിറ്റി ടു റിവ്യൂ ഗവേണൻസ് ഓൺ ബോർഡ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ, അതുമായി ബന്ധപ്പെട്ടതാണ് PJ നായക് കമ്മിറ്റി ടു റിവ്യൂ ഗവേണൻസ് ഓഫ് ബോർഡ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ബാങ്ക്സിൻ്റെ ബോർഡിൻ്റെ ഗവേണൻസുമായി ബന്ധപ്പെട്ട RBI അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് PJ നായക് കമ്മിറ്റി. അവർ റെക്കമെൻഡ് ചെയ്തത് ഇംപ്രൂവിങ് ദ ഗവേണൻസ് മെക്കാനിസം ഓഫ് ദ ബാങ്ക്സ് ബോർഡ്സ് ഇൻ ഇന്ത്യ, അതായിരുന്നു അവർ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നച്ചിക്കത്ത് മോർ കമ്മിറ്റി, അതിപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ML ദന്തുവാല പറയുന്നുണ്ട്. ദന്തുവാല കമ്മിറ്റി ബ്ലോക്ക് ലെവൽ പ്ലാനിങ്ങും ആയി ബന്ധപ്പെട്ടതായിരുന്നു. ബ്ലോക്ക് ലെവൽ പ്ലാനിങ് ആയി ബന്ധപ്പെട്ടതായിരുന്നു ദന്തുവാല കമ്മിറ്റി കേട്ടോ. അതായത് റൂറൽ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാം. ബ്ലോക്ക് ലെവൽ പ്ലാനിങ് ആൻഡ് റൂറൽ ക്രെഡിറ്റ് എന്നാണ് പറയണത്. ML ദന്തുവാല കമ്മിറ്റീനെ ബ്ലോക്ക് ലെവൽ പ്ലാനിങ് ആൻഡ് റൂറൽ ക്രെഡിറ്റ് കമ്മിറ്റി എന്നാണ് പറയണത്. കമ്മിറ്റിക്ക് ഒരു വലിയ പേരുണ്ട് കേട്ടോ. ഇത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണമെന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രധാനപ്പെട്ട നച്ചിക്കത്ത് മോർ കമ്മിറ്റി എന്നാണ് അപ്പോയിൻ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. 2013 അപ്പോയിൻ്റ് ചെയ്തത് കേട്ടോ. നച്ചിക്കത്ത് മോർ കമ്മിറ്റി 2013. അതിനും വ്യത്യസ്തമായ വലിയൊരു പേരുണ്ട്. അപ്പോൾ പേരെന്താണെന്ന് വെച്ചാൽ കമ്മിറ്റി ഓൺ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസസ് ഫോർ സ്മോൾ ബിസിനസ്സസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ് കമ്മിറ്റി. അതാണ് കമ്മിറ്റിയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ കേട്ടോ. കമ്മിറ്റി ഓൺ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസസ് ഫോർ സ്മോൾ ബിസിനസ്സസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ് എന്നാണ് കമ്മിറ്റിയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫുൾ നെയിം തന്നിട്ട് ഇത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചാലും നച്ചിക്കത്ത് മോർ കമ്മിറ്റിയാണോ നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. അതാണ് കമ്മിറ്റിയുടെ പേര്. അപ്പോൾ അതാണ് പേയ്മെൻറ്റ് ബാങ്ക്. 2013 അങ്ങനെ ഒരു കമ്മിറ്റി വന്നത് കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 കമ്മിറ്റി ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ 2014 RBI ഒരു ഗൈഡ് ലൈൻസ്, 2014 പേയ്മെൻറ്റ് ബാങ്കുകൾ തുടങ്ങാൻ ആവശ്യമായ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഓപ്പറേറ്റീവ് ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചത് 2016 കേട്ടോ. അത് 6/10/2016 എന്നാണ് 6/10/2016 കേട്ടോ. 6/10/2016. അപ്പോൾ 2013 പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കമ്മിറ്റി വന്നു. നച്ചിക്കത്ത് മോർ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. 2014
ഫസ്റ്റ് ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തു. ഓപ്പറേറ്റീവ് ഗൈഡ് ലൈൻസ് വന്നത് 2016 ഓർക്കുക. 6/10/2016 ഓർക്കുക. വർഷങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. ഡേറ്റ് ചോദിച്ച് കണ്ടിട്ടില്ല, വർഷങ്ങളാണ് പൊതുവെ ചോദിക്കാറ്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കുകളുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 100 കോടിയാണ് കേട്ടോ. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 100 കോടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അണ്ടർ പ്രൈവറ്റ് സെക്ടർ. എങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ പ്രൈവറ്റ് സെക്ടർ പക്ഷേ ഇതിന് ബാങ്കിങ് ലൈസൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിങ് ലൈസൻസിന് അപ്ലൈ ചെയ്യണം ബൈ ദ RBI അണ്ടർ സെക്ഷൻ 22 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ലൈസൻസ് കൊടുക്കുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 22 പ്രകാരമാണ് RBI ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. BR ആക്ടിൻ്റെ സെക്ഷൻ 22 പ്രകാരമാണ് RBIയിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപ്രകാരം ലൈസൻസിന് അപ്ലൈ ചെയ്ത് ലൈസൻസ് വാങ്ങണം. അവരുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഓപ്പറേറ്റ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞു? പേയ്മെൻറ്റ് ബാങ്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്? നച്ചികേത് മോർ കമ്മിറ്റിയാണ്. 2013 കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. കമ്മിറ്റി വെച്ചത് 2013. 2014 ആദ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് RBI പുറത്തിറക്കി. ഓപ്പറേറ്റീവ് ഗൈഡ് ലൈൻസിൽ പുറത്തിറക്കിയ വർഷം ഏതാണ്? 2016. പിന്നെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 100 കോടിയാണ് കേട്ടോ. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 കോടിയാണ്. പേയ്മെൻറ്റ് ബാങ്ക് ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഗിവൺ ബാങ്കിങ് ലൈസൻസ് ബൈ ദ RBI അണ്ടർ സെക്ഷൻ 22 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. പിന്നെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്ത് വയ്ക്കേണ്ടത് എന്താ വെച്ചാൽ കാസ ഡെപ്പോസിറ്റ് മാത്രമേ സ്വീകരിക്കുള്ളൂ കേട്ടോ. എന്താ കാസ? കറൻറ്റും സേവിങ്ങും അല്ലേ. അപ്പോൾ കറണ്ടും സേവിങ്ങും മാത്രമേ സ്വീകരിക്കുള്ളൂ. പിന്നെ അവരെന്ത് സ്വീകരിക്കില്ല? ദേ കനോട്ട് ആക്സെപ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റും NRI ഡെപ്പോസിറ്റ്സും ഒന്നും സ്വീകരിക്കില്ല കേട്ടോ. എങ്ങനെ? ഫിക്സഡ് ഡെപ്പോസിറ്റും NRI ഡെപ്പോസിറ്റും ഒന്നും സ്വീകരിക്കില്ല എന്ന് കേട്ടോ. പിന്നെ മിനിമം ഡെപ്പോസിറ്റ് എത്രയാണ്? ഇൻഡിവിജ്വൽ കസ്റ്റമർക്ക് 2 ലക്ഷം മാത്രമാണ് മിനിമം ഡെപ്പോസിറ്റ്. ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്. എത്രയാണ് മാക്സിമം ഡെപ്പോസിറ്റ്? എത്രയാണ്? മിനിമം അല്ല, മാക്സിമം ഡെപ്പോസിറ്റ് പെർ ഇൻഡിവിജ്വൽ കസ്റ്റമർ എത്രയാണ്? 2 ലക്ഷമാണ് കേട്ടോ. മാക്സിമം എത്രയാണ്? 2 ലക്ഷം. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാവും. ഓക്കെ, ചെറിയ രീതിയിലുള്ള ബാങ്കുകളാണ് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഒരുപാട് പോയിന്റുകൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വഴിയെ നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് പറയാം. പിന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്താണ്? ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. സ്റ്റാർട്ടഡ് ഇൻ കൊളാബറേഷൻ വിത്ത് കൊട്ടക് മഹീന്ദ്രയുടെ കൂടെയാണ്. 1/1/2017 എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. സ്റ്റാർട്ടഡ് ഇൻ കൊളാബറേഷൻ വിത്ത് കൊട്ടക് മഹീന്ദ്ര. 1/1/2017. പേയ്മെൻറ്റ് ബാങ്ക് എന്ന പേര് അവർ തീർച്ചയായിട്ടും ആഡ് ചെയ്തിരിക്കണം കേട്ടോ. ബാങ്കിൻ്റെ പേരിൻ്റെ കൂടെ പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പ്രത്യേകം വെക്കണം. മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ഇറ്റ്സ് നെയിം എന്ന് പറയുന്നുണ്ട്. പേയ്മെൻറ്റ് ബാങ്ക് മസ്റ്റ് ബി യൂസ്ഡ് ഇറ്റ്സ് നെയിം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ലാർജസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണ്? IPPB, അതായത് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ് ലാർജസ്റ്റ്. ഇറ്റ് ഈസ് ദ ഓൺലി വൺ പബ്ലിക് സെക്ടർ പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. പബ്ലിക് സെക്ടറിലുള്ള ഒറ്റ പേയ്മെൻറ്റ് ബാങ്ക് അത് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റീനെ കുറിച്ച് പറയാം. ഒന്നും കൂടി വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തത് നച്ചികേത് മോർ പേയ്മെൻറ്റ് ബാങ്ക്. നച്ചികേത് മോർ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. കമ്മിറ്റിയുടെ വർഷം 2013. കമ്മിറ്റിയുടെ പേരൊന്നും കൂടി പറയണോ? വേണ്ട അല്ലേ, അത് കുറച്ച് വലിയ പേരാ. നമുക്ക് എളുപ്പമുള്ള പോയിന്റുകൾ പഠിച്ചിട്ട് പോവാം. അത് ജസ്റ്റ് നിങ്ങൾ ഒന്നും കൂടി കേൾക്കുക, എഴുതി വെക്കണം കേട്ടോ. ഗൈഡ് ലൈൻസ് വന്നത് എന്നാണ്? 2014 കേട്ടോ. 27/11/2014 ഫസ്റ്റ് ഗൈഡ് ലൈൻസ് RBI ഇഷ്യൂ ചെയ്യുന്നത്. ഓപ്പറേറ്റീവ് ഗൈഡ് ലൈൻസ് നിലവിൽ വന്നത് എന്നാണ്? 6/10/2016 നിലവിൽ വന്നു. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 കോടി. പിന്നെ പേയ്മെൻറ്റ് ബാങ്ക് ഓർഗനൈസ് ചെയ്യുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ പ്രൈവറ്റ് സെക്ടർ. പക്ഷേ അവർക്ക് ലൈസൻസ് കിട്ടണം RBIയിൽ നിന്ന് ആസ് പെർ സെക്ഷൻ 22 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം. പിന്നെ പറഞ്ഞ പോയിന്റ് എന്താണ്? അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് കാസ ഡെപ്പോസിറ്റ് ഓൺലി. കാസ എന്ന് വെച്ചാൽ കറൻറ്റും സേവിങ്ങും മാത്രം. ഫിക്സഡ് ഡെപ്പോസിറ്റോ NRI ഡെപ്പോസിറ്റോ ഒന്നും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഡെപ്പോസിറ്റ് പെർ ഇൻഡിവിജ്വൽ കസ്റ്റമർ എത്രയാണ്? 2 lakh ആണ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്? എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. എന്ന് തുടങ്ങി? 1/1/2017. ഏതാ ആസ്ഥാനം? ന്യൂഡൽഹി. ആരുടെ കൊളാബറേഷൻ? കൊട്ടക് മഹീന്ദ്രയുടെ കൊളാബറേഷൻ. എന്നാൽ ലാർജസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണ്? ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ്. ഇറ്റ് ഈസ് ദ ഓൺലി വൺ പബ്ലിക് സെക്ടർ പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ കേട്ടോ. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ബാങ്കുമായിട്ടുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എത്ര പേയ്മെൻറ്റ് ബാങ്ക് നോക്കണ്ടേ? ഇപ്പോൾ പ്രധാനപ്പെട്ട പേയ്മെൻറ്റ് ബാങ്കുകൾ ഏതൊക്കെയാണ്?
എയർടെൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, ജിനോ പേയ്മെൻറ്റ് ബാങ്ക്, NSDL പേയ്മെൻറ്റ് ബാങ്ക് കേട്ടോ. ഒന്നുകൂടി പറയാം. എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, ജിനോ പേയ്മെൻറ്റ് ബാങ്ക്, NSDL പേയ്മെൻറ്റ് ബാങ്ക് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വെൻ എ ബാങ്കർ റിസീവ്സ് ഡെപ്പോസിറ്റ് ഫ്രം ദ കസ്റ്റമർ. ഒരു ബാങ്കർ ഡെപ്പോസിറ്റ് വാങ്ങിക്കുകയാണ് അല്ലേ കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. ദെൻ ദ ബാങ്കർ ബിക്കെയിംസ്. അപ്പോൾ ബാങ്കർ ആരാവും എന്ന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് അല്ലേ. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ ഡെറ്റർ, പിന്നെ ഓപ്ഷൻ ബി ക്രെഡിറ്റർ, ഓപ്ഷൻ സി ബെയിലി, ഓപ്ഷൻ ഡി ട്രസ്റ്റർ. അതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഡെറ്റർ തന്നെയാണ് ഉത്തരമായിട്ട് വരിക അല്ലേ. ഡെറ്റർ തന്നെയാണ് പ്രൈമറിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഡെറ്ററാണ് വരിക എന്ന്. ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുകയാണ്. ആരുടെ കയ്യിൽ നിന്ന്? ഡെപ്പോസിറ്ററുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ബാങ്കാണ് അല്ലേ. കടക്കാരൻ ആരാണ്? ബാങ്കാണ്. നമ്മുടെ കാശ് നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുക. അപ്പോൾ നമ്മളാണോ കടക്കാരൻ? അല്ല, ബാങ്കാണ് കടക്കാരൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡെറ്ററാണ് ഇവിടുത്തെ കേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം റിലേഷൻഷിപ്പ് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. കുറച്ച് റിലേഷൻഷിപ്സ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. പ്രൈമറി റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. എന്താണ്? പ്രൈമറി ഡെപ്പോസിറ്റ് ആണല്ലോ ഒരു ബാങ്കിനെ നമ്മൾ പ്രൈമറിലി ആയിട്ട് സമീപിക്കുന്നത്. ആക്സെപ്റ്റ് ഡെപ്പോസിറ്റിംഗ് നമ്മുടെ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനിലുള്ളതല്ലേ. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞത് സംഭവം പ്രൈമറിലി. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് ബാങ്കർ ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ് എന്ന് തന്നെയാണ്. പിന്നെ ബാങ്കർ ഗ്രാൻസ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുക. അപ്പോൾ എന്തായി? ഉൾട്ടയായില്ല. നമ്മൾ കടക്കാരനും ബാങ്ക് ആരായി? ബാങ്ക് കാശ് തരുന്ന ആളുമായി, പണക്കാരനുമായി. അപ്പോൾ അത് ക്രെഡിറ്ററും ഡെപ്റ്ററും ആവും കേട്ടോ. നേരെ തിരിഞ്ഞു, റിലേഷൻഷിപ്പ് നേരെ തിരിഞ്ഞു. അപ്പോൾ നമ്മൾ പ്രത്യേകം നോക്കണം, ബാങ്കറിനെയാണോ ചോദിക്കുന്നത് അതോ കസ്റ്റമറാണോ ആദ്യം, ബാങ്കറാണോ ആദ്യം എന്ന്. ബാങ്കർ കസ്റ്റമറാണോ ചോദിക്കുന്നത് അതോ കസ്റ്റമർ ബാങ്കറാണോ ചോദിക്കുന്നതെന്ന് വ്യക്തമായി നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്താൽ ചാടി കയറി കറപ്പിക്കരുത് കേട്ടോ. ബാങ്കർ ഗ്രാൻഡഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അപ്പോൾ എന്താ റിലേഷൻഷിപ്പ്? ക്രെഡിറ്ററും ഡെപ്റ്ററും. ഇനി ബാങ്കർ ഡിസ്കൗണ്ട് ചെയ്യാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോഴും ഇതേ സംഭവമാണ്. ബാങ്കർ നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നു, പൈസ തരുന്നു. അപ്പോഴും ക്രെഡിറ്ററും ഡെപ്റ്ററും തന്നെയാണ് കേട്ടോ. ഇനി ബാങ്കർ എക്സിക്യൂട്ടിങ് എനി സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ്. നമ്മുടെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ബാങ്ക് അനുസരിക്കുകയാണ്. ബില്ലടയ്ക്കൂ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പേ ചെയ്യൂ, ചെക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ട് കളക്ട് ചെയ്യൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബാങ്ക് ഒരു ഏജൻ്റ് ആവും, നമ്മളവിടെ പ്രിൻസിപ്പിൾ ആവും അല്ലേ. അപ്പോൾ ഏജൻറ്റ് പ്രിൻസിപ്പിൾ റിലേഷൻഷിപ്പാണ് വരിക കേട്ടോ. അപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? ഏജൻറ്റ് പ്രിൻസിപ്പിളാണ്. ഇനി സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിൽ ലെസ്സർ ലെസ്സിയാണ് വരിക കേട്ടോ. ലെസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം നമുക്ക് എന്താ പറയുക, ഉപയോഗത്തിന് തരിക, വാടകയ്ക്ക് തരിക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അതായത് ഡെപ്പോസിറ്റ് ലോക്കർ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എന്ന് പറഞ്ഞാൽ എല്ലാണല്ലോ. ലോക്കർ ലെസ്സർ ലെസ്സിയാണ് കേട്ടോ. പ്രത്യേകം ഓർത്തിരിക്കുക. ലോക്കറിൻ്റെ കേസിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വെൻ ദ കസ്റ്റമർ ടേക്കൺ ആസ് എ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ലെസ്സർ ലെസ്സി. ബാങ്കിൻ്റെ കെട്ടിടത്തിലെ അതായത് ലെസ്സി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലെസ്സർ ലെസ്സി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ലെസ്സി ബാങ്കർ ലെസ്സറും ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലെസ്സർ എന്ന് വെച്ചാൽ അവരുടെ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ തരികയാണ്, ഉപയോഗിക്കാം. അപ്പോൾ ബാങ്കിൻ്റെ സ്വന്തം കെട്ടിടത്തിലെ ഒരു സാധനം, അതാണല്ലോ ഒരു സ്ഥലം, അതാണല്ലോ നമ്മുടെ ലോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് തരികയാണ്. നമ്മളതിന് ഇയർലി അവർക്ക് പേയ്മെൻറ്റ് നടത്തണം, വേണ്ടേ? ചുമ്മാ നമ്മുടെ സാധനം അവിടെ വെച്ചോളൂ, ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. കരാറുണ്ട്, കറക്റ്റായിട്ട് കരാറുണ്ട്. ആ കരാർ എഴുതുമ്പോൾ തന്നെ ഇന്ന കാര്യങ്ങളുണ്ടെന്നും എല്ലാം അറിയിക്കും. ഇത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാർഷികമായിട്ട് ഈടാക്കും എന്ന് അറിയിക്കും. അതിന് GSTയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വേറെ ഉണ്ട്. പിന്നെ പോരാത്തതിന് തുടങ്ങുമ്പോൾ നമ്മുടെ മുദ്രപത്രത്തിൻ്റെ പൈസ വരെ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. ഓക്കെ, 300 രൂപ 350 രൂപ അങ്ങനെ എന്തൊക്കെയോ പല ബാങ്കുകളും പല പോലെയാണ് ഈടാക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ട്. വർഷത്തിൽ ചിലപ്പോൾ കൂട്ടി കൊണ്ടുവരും. പിന്നെ അത് ഓരോ അർബൻ ഏരിയാസ്, റൂറൽ ഏരിയാസ്, സെമി അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ലോക്കർ റെൻറ്റ് മാറി മറിഞ്ഞു ഇരിക്കുകയും ചെയ്യും. അത് ഓരോ ബാങ്കുകൾക്ക് ഓരോന്നാണ് താനും. അപ്പോൾ അതൊക്കെ അതിലുണ്ട്. അതാണ് ലെസ്സർ ലെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വയ്ക്കാം. എന്നാൽ
ഒരു ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ജുവൽസും ഡോക്യുമെൻസും ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സേഫ് കസ്റ്റഡി. നമ്മളിപ്പോൾ ഒരു വിദേശയാത്രയ്ക്ക് പോവുകയാണ്, അപ്പോൾ നമുക്ക് കുറച്ച് വിലപ്പെട്ട സംഭവങ്ങളുണ്ട്, അത് കൊണ്ടുപോകാൻ പറ്റില്ല, ആരെങ്കിലും കൊടുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ബാങ്കിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ബാങ്കിൽ ഏൽപ്പിക്കുകയാണ്, ഇന്ന സാധനങ്ങളുണ്ട് എന്നുള്ള വ്യക്തമായ രേഖകളടക്കം നമ്മളവിടെ സമർപ്പിക്കുന്നു. നമ്മളവർക്ക് ചാർജൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അവിടെ ആരാവും? ബെയിലി ആവും കേട്ടോ. ബാങ്ക് ബെയിലി, നമ്മൾ ബെയിലർ ആവും കേട്ടോ. ബെയിലി, ബെയിലർ. എങ്ങനെ? വെൻ ദ ബാങ്ക് ആക്സെപ്റ്റ്സ് വാല്യുബിൾ തിങ്സ് കേട്ടോ. വാല്യുബിൾ തിങ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അയാൾ ബാങ്ക് അവിടെ കാക്കുകയാണ്, അല്ലെ, സംരക്ഷിക്കുകയാണ്, നമ്മുടെ മുതൽ സംരക്ഷിക്കുക. അപ്പം അങ്ങനെ ഒരു സേഫ് കസ്റ്റഡിയിൽ വെക്കുക. സേഫ് കസ്റ്റഡിയിൽ വെക്കുമ്പോൾ സേഫ് കസ്റ്റഡി ഓഫ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എന്താ റിലേഷൻഷിപ്പ്? ബെയിലി ബെയിലറാണ് കേട്ടോ. ബെയിലി ബെയിലർ. ഓക്കെ, അതവിടെ തീർന്നു. പിന്നെ അടുത്തതേക്ക് വരുമ്പോൾ പിന്നെ കസ്റ്റമർ പ്ലഡ്ജ് ചെയ്യാണ്, പണയം വയ്ക്കുക. ജുവൽസ്, ഡോക്യുമെൻറ്റ്സ്, സെക്യൂർ. അപ്പോൾ പോണി പോണർ. എങ്ങനെയാണ്? പ്ലഡ്ജ് എന്ന് വന്നു കഴിഞ്ഞാൽ പോണി പോണർ. ബാങ്കാണ് പോണി, നമ്മൾ പോണർ. ഓക്കെ, അതായത് കസ്റ്റമർ പോണർ കേട്ടോ. വെൻ എ ബാങ്കർ മോർട്ട്ഗേജ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് ബാങ്ക് ആസ് സെക്യൂരിറ്റി ഫോർ അഡ്വാൻസ്. നമ്മൾ മറ്റേ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് പണയം വയ്ക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. മോർട്ട്ഗേജ്, ലാൻഡ് ഡീഡ് പോലത്തെ അല്ലേ. അപ്പോൾ മോർട്ട്ഗേജർ. അപ്പോൾ ആരാണ്? മോർട്ട്ഗേജ്. ബാങ്കർ മോർട്ട്ഗേജി ആവും, നമ്മൾ കസ്റ്റമർ മോർട്ട്ഗേജർ ആവും. വെൻ ദ കസ്റ്റമർ ഗീവ്സ് പവർ ഓഫ് അറ്റോണി ടു ദ ബാങ്കർ. കസ്റ്റമർ പവർ ഓഫ് അറ്റോണി കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ നാട്ടിലില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പവർ ഓഫ് അറ്റോണി ബാങ്കിനെ ഏൽപ്പിക്കും. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് ഇന്ന പോലെ പ്രവർത്തിക്കാൻ പറയും. അപ്പോൾ ഡോണി ഡോണറാണ് കേട്ടോ. ബാങ്കർ ഡോണി, കസ്റ്റമർ ഡോണർ. ബാങ്ക് അണ്ടർടേക്സ് ടു സെൽ ദ പ്രോഡക്റ്റ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറുടെ ഇതൊക്കെ വിൽക്കുക, പ്രോഡക്ട്സ് വിൽക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏജൻറ്റ് പ്രിൻസിപ്പൾ തന്നെയാണ്. കുറച്ച് കേസസാണ്, ഇനിയും കേസസ് വരാറുണ്ട് കേട്ടോ. പക്ഷേ എക്സാമിന് അത്രയൊന്നും വരില്ല. എക്സാമിന് നമ്മുടെ ഈ ഡെറ്ററും ക്രെഡിറ്ററും നോക്കുക, ക്രെഡിറ്ററും ഡെറ്ററും നോക്കുക. ഏജൻറ്റ് പ്രിൻസിപ്പളിൽ 1-2 കേസ് വരാറുണ്ട്. പിന്നെ ട്രസ്റ്റി ബെനഫിഷ്യറി നമുക്ക് പിന്നെ കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരും. ലെസ്സറും ലെസ്സിയും പിന്നെ ബെയിലി ബെയിലറും. ലെസ്സറും ലെസ്സിയും ബെയിലി ബെയിലറൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കണം കേട്ടോ. അത് 1-2 പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പേയിങ് ബാങ്കർ ക്യാൻ ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫോർ എ മെറ്റീരിയലി ഓൾട്ടേർഡ് ചെക്ക് പ്രൊവൈഡഡ്. പേയിങ് ബാങ്കർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് ഫോർ എ മെറ്റീരിയൽ ഓൾട്ടേർഡ് ചെക്ക്, അതായത് ഒരു ആൾട്ടർ ചെയ്ത ചെക്ക്, മെറ്റീരിയലി ആൾട്ടർ ചെയ്ത ചെക്കിന് പേയിങ് ബാങ്കർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന കേസുകൾ. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ഓൾട്രേഷൻ ഈസ് നോട്ട് അപ്പാരൻറ്റ്. എന്താണ് ഈ അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ? പ്രത്യക്ഷമാവുക അല്ലെങ്കിൽ പ്രത്യക്ഷമായത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആൾട്രേഷൻ ഈസ് നോട്ട് അപ്പാരൻറ്റ്, അപ്രത്യക്ഷമല്ല. ഓൾട്രേഷൻ ചേഞ്ച് വരുത്തിയത് അത്ര പ്രത്യക്ഷമല്ല. ഹി മേക്സ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ആര് കൊടുത്തത്? ബാങ്ക് കൊടുത്തത്. ബാങ്ക് ഇപ്പോൾ ഒരു കള്ളപ്പണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും തിരിമറി ചെയ്ത് വന്നതാണെങ്കിലും ബാങ്കിന് അത് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു, അതിൽ തെഫ്റ്റ് ഒന്നും നടന്നിട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു കേസിലാണ് ബാങ്ക് പേ ചെയ്ത് വെച്ചാൽ അപ്പോൾ അതെന്താണ്? അത് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ആണ് അല്ലേ, അതുണ്ട്. പിന്നെ ദ ഓൾട്രേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ. ഓൾട്രേഷൻ ഇമ്മെറ്റീരിയലായ, ഓൾട്രേഷൻ അപ്രധാനമായതാണ്. ഓൾട്രേഷൻ അപ്രധാന മാറ്റങ്ങളാണെങ്കിൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും അടുത്ത ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി, എയും ബിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്തരം? ബോത്ത് എ ആൻഡ് ബി തന്നെയാണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ബി ആണ് അതിൻ്റെ ഉത്തരമായി വരുന്നത്. അപ്പോൾ പേയിങ് ബാങ്കർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന കേസ് ഏതാണ്? അത് ഏത് സെക്ഷനിലാണെന്ന് നോക്കാം. ആസ് പെർ സെക്ഷൻ 89 ഓഫ് NI ആക്ട് ആണ്. ആസ് പെർ സെക്ഷൻ 89 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു ദ പേയിങ് ബാങ്ക് ആസ് പെർ സെക്ഷൻ 89 പറയുന്നുണ്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ചില കേസിൽ ലഭിക്കുന്നു പേയിങ് ബാങ്കർക്ക് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ കേസാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. 89 കേട്ടോ. അതായത് മെറ്റീരിയൽ ഓൾട്രേഷൻ 89 ആണല്ലോ. 89 8നെ 9 ആക്കി, അപ്പോഴാണല്ലോ മെറ്റീരിയൽ ഓൾട്രേഷൻ്റെ പ്രശ്നം വരിക. 8നെ 9 ആക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അല്ലേ. 8 8 9 ആക്കി, അപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞു. അത് ഓർത്തിരിക്കുക, 89 ഓർത്തിരിക്കുക. മെറ്റീരിയൽ ഓൾട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് ഏതൊക്കെ കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് ദ പേയ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് അക്കോർഡിംഗ് ടു ദ അപ്പാരൻറ്റ് ടെനർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്.
പേയ്മെൻറ്റ് കൊടുക്കുന്നത് മെയ്ഡ് ചെയ്യുന്നത് ഒരു എന്താ പറയുക അപ്പാരൻ്റ് ടെനർ ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡ്രോയർക്ക് ഉത്തമ വിശ്വാസമുള്ള പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ എന്തില്ല, അയാൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിന് പേയിങ് ബാങ്കർക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടും. എന്താണ് ദ പേയ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് അക്കോർഡിംഗ് ടു ദ അപ്പാരൻ്റ് ടെനർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ദ പേയ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് അക്കോർഡിംഗ് ടു ദ അപ്പാരൻ്റ് ടെനർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ദ ബാങ്ക് ഹാസ് മെയ്ഡ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. പിന്നെ ബാങ്ക് ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് കൊടുത്തത്, അതൊന്ന്. പിന്നെ മെറ്റീരിയൽ ഓൾട്ടറേഷൻ ഷുഡ് നോട്ട് ബി വിസിബിൾ, അത്ര പ്രകടമല്ല, നോട്ട് അപ്പാരൻ്റ് ആണ്. ആൾട്രേഷൻ ഈസ് നോട്ട് അപ്പാരൻ്റ്, അത് തന്നെയാണ് ദ മെറ്റീരിയൽ ഓൾട്ടറേഷൻ ഈസ് നോട്ട് ബി വിസിബിൾ, അത്ര വ്യക്തമല്ല അല്ലെങ്കിൽ അവ്യക്തമാണെന്ന് പറയാം. അപ്പോൾ ഈ കേസസിലൊക്കെയാണ് ആർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു ദ പേയിങ് ബാങ്കർ ആസ് പെർ സെക്ഷൻ 89. കേസസ് ഒന്നും കൂടി പറയാം. അപ്പോൾ ഇതിൽ പറഞ്ഞ 2 കേസ് ഉണ്ടല്ലോ. പിന്നെ ഇത് ഓൾട്ടറേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. ആ മാറ്റങ്ങൾ പ്രധാനമാണോ അപ്രധാനമോ ഉള്ള, അല്ല മാറ്റങ്ങൾ വിസിബിൾ ആണോ, അത് എന്താണ്, മാറ്റങ്ങൾ തന്നെയാണ് അല്ലേ. വിസിബിൾ ആണെങ്കിൽ ആണ്, പ്രധാനമാണോ അപ്രധാനമാണോ എന്നതിൽ ചർച്ചയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബോത്ത് എ ആൻഡ് ബി വന്നത് കേട്ടോ. ഓക്കെ, ദ പേയ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് അക്കോർഡിംഗ് ടു ദ അപ്പാരൻ്റ് ടെനർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, ഒരു കേസ്. രണ്ടാമത്തെ കേസ് ദ ബാങ്ക് ഹാസ് മെയ്ഡ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്, രണ്ടാമത്തെ കേസ്. മെറ്റീരിയൽ ഓൾട്ടറേഷൻ ഷുഡ് നോട്ട് ബി വിസിബിൾ, കാണാൻ പാടില്ല അല്ലെങ്കിൽ മനസ്സിലാവാൻ പാടില്ല. ഒബ്ലിറ്ററേറ്റിംഗ് ഷുഡ് നോട്ട് ബി വിസിബിൾ എന്ന് വെച്ചാൽ ഈ ചെയ്ത സംഭവങ്ങൾ വിസിബിൾ ആവാൻ പാടില്ല അല്ലെങ്കിൽ മനസ്സിലാവാൻ പാടില്ല എന്ന് തന്നെ കരുതിക്കോളൂ. അപ്പോൾ അത് ഈ കേസസിലൊക്കെയാണ് പേയിങ് ബാങ്കർക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ലഭിക്കുക. അത് പറയുന്നത് സെക്ഷൻ 89 ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽ ഓൾട്ടറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഏതൊക്കെ കേസിലാണ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ നടത്തിയെന്ന് നമുക്ക് ചുമ്മാ അറിയണ്ടേ. ഏതൊക്കെ കേസിലാണ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ നടക്കണമെന്ന് വെച്ച് നോക്കാം. അതായത് ചെക്കിൻ്റെ ഫണ്ടമെൻ്റൽ ക്യാരക്ടർ മാറിക്കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണ്. സെക്ഷൻ 87 കേട്ടോ പറയണത്. മെറ്റീരിയൽ ഓൾട്ടറേഷൻ പറയുന്നത് സെക്ഷൻ 87 കേട്ടോ. 87 മെറ്റീരിയൽ ഓൾട്ടറേഷൻ പറയുന്നത് 87. സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ പേയിങ് ബാങ്കർക്ക് കിട്ടുന്നത് 89 കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ്ക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഇന്ത്യസ് ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. എന്നാലും ഓർത്തിരിക്കുക, എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ആദ്യമായിട്ടുള്ള പേയ്മെൻറ്റ് ബാങ്ക് എന്ന് ഓർത്തിരിക്കുക. പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ആയിരുന്നു നേരത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് കടന്നു വന്നു അല്ലേ. അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർത്ത് വയ്ക്കണം, വിടാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. സ്റ്റാർട്ടഡ് ഇൻ കൊളാബറേഷൻ വിത്ത് കൊട്ടക് മഹീന്ദ്രയാണ്. 1/1/2017 ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ലാർജസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ്. ഇറ്റ് ഈസ് ദ ഓൺലി വൺ പബ്ലിക് സെക്ടർ പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In the case of collection of checks and bills, the relationship of the bankers with the customer. വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ മേറ്റർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, ബാങ്ക് ആസ് എൻ ഏജൻറ്റ് ആൻഡ് കസ്റ്റമർ ആസ് പ്രിൻസിപ്പൾ. ഏതാ കേസ് ഇവിടെ? കളക്ഷൻ ഓഫ് ചെക്സ് ആൻഡ് ബിൽസ്, അതിൻ്റെ റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി, ബാങ്ക് ആസ് എ ട്രസ്റ്റി ആൻഡ് കസ്റ്റമർ ആസ് ഡെറ്റർ. ബാങ്കർ ആസ് ബെയിലർ ആൻഡ് കസ്റ്റമർ ആസ് ബെയിലർ അല്ല ബെയിലി, സോറി കേട്ടോ. ബാങ്കർ ആസ് എ ഡെറ്റർ ആൻഡ് കസ്റ്റമർ ആസ് ബെയിലി. അതങ്ങനെ തന്നെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ബെയിലർ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ ഡെറ്റർ ബെയിലി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണോ അങ്ങനെയാണോ എന്ന് അറിയില്ല. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ഉത്തരം ബാങ്ക് ആസ് എൻ ഏജൻറ്റ് ആൻഡ് കസ്റ്റമർ ആസ് എ പ്രിൻസിപ്പൾ എന്നാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്താണ് നമ്മളിത്. അപ്പോൾ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്സ് ആൻഡ് ബിൽസ്, ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ബാങ്കേഴ്സ് വിത്ത് ദ കസ്റ്റമർ ഈസ്. എന്താണ് കളക്ഷൻ ഓഫ് ചെക്കും ബില്ലും ആകുമ്പോൾ? ബാങ്ക് ആസ് ആൻ ഏജൻറ്റ് ആൻഡ് കസ്റ്റമർ ആസ് പ്രിൻസിപ്പൾ ആണ് അല്ലേ. ആ കേസ് നമ്മൾ പറഞ്ഞാണ്. അതേതാ കേസ്? ഏജൻറ്റ് പ്രിൻസിപ്പൾ ആവുന്ന കേസ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലേ. കളക്ഷൻ ഓഫ് ചെക്കിന് കൊടുക്കുക, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ബാങ്കർ എക്സിക്യൂട്ടിങ് എനി സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ആരുടെ ഓൺ ദ കസ്റ്റമർക്ക് പകരം നടത്തുമ്പോൾ എന്താണ്? കളക്ഷൻ ഓഫ് ചെക്ക്, കളക്ഷൻ ഓഫ് ബിൽസ്, പേയ്മെൻറ്റ് ഓഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏജൻറ്റ് പ്രിൻസിപ്പൾ റിലേഷൻഷിപ്പാണ് കേട്ടോ. ബാങ്കർ ഏജൻ്റ് ആവും, കസ്റ്റമർ പ്രിൻസിപ്പൾ ആവും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ഡിസ്കഷൻ വേണ്ടാന്ന് തോന്നുന്നു. ഒരേ കാര്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. ഇനി ഇവിടെ അതന്നെ നമ്മളിങ്ങനെ പോന്നു കഴിഞ്ഞാൽ
അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമറീസ്. വീണ്ടും വന്നു ഇത് തന്നെ. ഓപ്ഷൻ എ ദാറ്റ് ഓഫ് എ ഡെറ്റർ ആൻഡ് എ ക്രെഡിറ്റർ. ഓപ്ഷൻ ബി ദാറ്റ് ഓഫ് എ ക്രെഡിറ്റർ ആൻഡ് എ ഡെറ്റർ. ഓപ്ഷൻ സി പ്രൈമർലി ദാറ്റ് ഓഫ് എ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ബോത്ത് എ ആൻഡ് ബി. അങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കറും കസ്റ്റമറും വീണ്ടും വന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കറും കസ്റ്റമറും വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണ് പ്രൈമർലി റിലേഷൻഷിപ്പ്? എന്താണ് ബാങ്കറുടെയും കസ്റ്റമറുടെയും? പ്രൈമർലി എന്താണ്? ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ആണ് അല്ലേ? ഓക്കെ, പ്രൈമറി റിലേഷൻഷിപ്പ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ആണ്. ഓക്കെ, അത് വീണ്ടും വന്നു. അപ്പോൾ അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണുള്ളൂ കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ബാക്കിലത്തെ ക്വസ്റ്റ്യൻസ്ക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ 17ാമത്തെ ക്വസ്റ്റ്യൻ, എ ചെക്ക് ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് ബൈ എ കസ്റ്റമർ വിത്ത് ഹിസ് ബാങ്ക് ഫോർ കളക്ഷൻ. കളക്ഷന് നമ്മൾ കൊടുത്തു. ദ ബാങ്ക് അലൗസ് ഓവർ ഡ്രാഫ്റ്റ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ദെയറോഫ് ദ ബാങ്ക് ബിക്കംസ്. ബാങ്ക് ആരാവുമെന്നാണ് പറയുന്നത് കേട്ടോ. ദ ചെക്ക് ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് ബൈ എ കസ്റ്റമർ വിത്ത് ഹിസ് ബാങ്ക് ഫോർ കളക്ഷൻ. ദ ബാങ്ക് അലൗസ് ഓവർ ഡ്രാഫ്റ്റ്, അമിതമായിട്ട് അതായത് അധികമായ തുക പിൻവലിക്കാൻ, അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ദെയറോഫ് ദ ബാങ്ക് ബിക്കംസ് എ. ഓപ്ഷൻ എ ഡ്രോയർ ഓഫ് ദ ചെക്ക്. ഓപ്ഷൻ ബി ഹോൾഡർ ഓഫ് ദ ചെക്ക്. ഓപ്ഷൻ സി ഹോൾഡർ ഫോർ വാല്യൂ. ഓപ്ഷൻ ഡി ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ആരാണ് ബാങ്ക്? ഹോൾഡർ ഫോർ വാല്യൂ ആയിട്ടാണ് ബാങ്ക് അവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഡ്രോയർ ഓഫ് ദ ചെക്ക്, ഹോൾഡർ ഓഫ് ദ ചെക്ക്, ഹോൾഡർ ഫോർ വാല്യൂ, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ആരാണ് ബാങ്കർ? ഹോൾഡർ ഫോർ വാല്യൂ ആണ് കേട്ടോ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ബാങ്കർ ആൻഡ് കസ്റ്റമർ കേട്ടോ. ബാങ്കർ ആൻഡ് കസ്റ്റമർ ഈസ് പ്രൈമർലി ദാറ്റ് ഓഫ് എ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ഓർത്തിരിക്കുക, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമർ ഈസ് പ്രൈമർലി ദാറ്റ് ഓഫ് എ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ദ മോസ്റ്റ് അൺഡിസൈറബിൾ കസ്റ്റമർ ഈസ്. മോസ്റ്റ് അൺഡിസൈറബിൾ കസ്റ്റമർ ആരാണ്? പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ. മൈനറാണ് ഒരു അക്കൗണ്ട് ഹോൾഡർ എങ്കിൽ, ഒരു കസ്റ്റമർ എങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വേണം. ഒരു മാരീഡ് വുമൺ ആണെങ്കിൽ കുറച്ച്, പിന്നെ അൺരജിസ്റ്റേർഡ് ഫേംസ് ആവുമ്പോൾ. പക്ഷേ അൺഡിസ്ചാർജ്ഡ് ബാങ്ക്റപ്റ്റ്, അതായത് നമ്മൾ പാപ്പരായി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു മോസ്റ്റ് അൺഡിസൈറബിൾ കസ്റ്റമർ ആണെന്ന് തന്നെ പറയാം അല്ലേ. അവർക്ക് പിന്നെ ലോൺസ് വല്ലതും കിട്ടുമോ? ഇല്ല, ലോൺസോ കാര്യങ്ങളോ ഒന്നും അവർക്ക് പിന്നെ ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അൺഡിസൈറബിൾ കസ്റ്റമർ ആരാണ്? അല്ലെങ്കിൽ അൺഡിസ്ചാർജ്ഡ് ബാങ്ക്റപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ലെൻഡിങ്. സൗണ്ട് ലെൻഡിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സൗണ്ട് ലെൻഡിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി ആണോ, സേഫ്റ്റി ആണോ, പ്രോഫിറ്റബിലിറ്റി ആണോ, ലിക്വിഡിറ്റി ആണോ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ എപ്പോഴും സൗണ്ട് ലെൻഡിങ്ങിൽ എന്ത് തന്നെയാണ്? സേഫ്റ്റി തന്നെയാണ് അല്ലേ. സേഫ്റ്റി ഫസ്റ്റാണ്. ഏത് സംഭവം ബാങ്കിൻ്റെ കാര്യത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ലെൻഡിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സേഫ്റ്റി ഫസ്റ്റ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ലെൻഡിങ് എന്താണ്? സേഫ്റ്റിയാണ് കേട്ടോ. അപ്പോൾ സേഫ്റ്റീനെ കുറിച്ച് ആലോചിക്കുക പ്രത്യേകം. സേഫ്റ്റിയാണ് ഫസ്റ്റ്. സേഫ്റ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ലെൻഡിങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ സേഫ്റ്റിയാണ് ഫസ്റ്റ് എന്ന് ആലോചിക്കുക. അത് നമ്മളായാലും അല്ലേ, നമുക്കും സേഫ്റ്റി തന്നെയാണ് ഫസ്റ്റ് അല്ലേ ഏത് കാര്യത്തിലും. അപ്പോൾ ഇതാണ് 20 ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സക്സസ്ഫുള്ളായി തീർത്തു. 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ അത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈസിയാണ്, ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ ബാങ്കിങ് നമുക്കിനി ജൂനിയർ ക്ലർക്കാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത സീരീസായിട്ട് നമുക്ക് ജൂനിയർ ക്ലർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത സീരീസായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ അക്കൗണ്ടൻസി തുടങ്ങണം, കോപ്പറേറ്റീവ് ലോ തുടങ്ങണം. ഓരോ ഭാഗങ്ങളായി നമുക്ക് തുടങ്ങി വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയയ്ക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാവുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.